ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ പഞ്ചായത്തുകളുടെ അധികാര പരിധിയിലും ഉത്തരവാദിത്തത്തിലും വരുന്ന 29 കാര്യങ്ങൾ പറയുന്നു. അതിൽ 20-ാമത്തെ ഇനം ലൈബ്രറികളാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുന്ന നവകേരളത്തിൽ വൈജ്ഞാനികവും സാംസ്കാരികവുമായ നിരന്തര വിനിമയ പ്രവർത്തനങ്ങൾ ഏറെ പ്രധാനമാണ്. സമഗ്രവും ജനകീയവും സുസ്ഥിരവും സാങ്കേതിക മികവാർന്നതുമായ അത്തരമൊരു ലൈബ്രറി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർന്ന പൗരബോധവും അറിവും സാംസ്കാരിക വികാസവും ഉൾച്ചേർന്ന ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടുത്തും. ഈ ആശയത്തെ മുൻനിർത്തി നാടിനെ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വിജ്ഞാന കേന്ദ്രം. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഭൂവിസ്തൃതിയിൽ കേരളത്തിൽ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ്. പ്രദേശത്തെ 8000 വരുന്ന ജനസംഖ്യയിൽ ഏതാണ്ട് 25% ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചിരിക്കുന്നു. 1950-ൽ ആരംഭിച്ച ലൈബ്രറി പല ഘട്ടങ്ങളിലായി പ്രാദേശിക സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നാടിൻ്റെ വിജ്ഞാന സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ജനകീയ കേന്ദ്രമായി പരിണമിച്ചു. ലൈബ്രറി നാടിൻ്റെ അനിവാര്യ കേന്ദ്രമായതോടെ 2018-ൽ അതിനൊരു 2 നില കെട്ടിടം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചു. MLA ഫണ്ടിൽ കെട്ടിടം നവീകരിക്കപ്പെട്ടു. 1800-ലധികം അംഗങ്ങളും അത്ര തന്നെ ഉപയോക്താക്കളും ഇന്ന് ലൈബ്രറിക്കുണ്ട്. 0 സീനിയർ സിറ്റിസൺ കാഴ്ചപ്പാടോടെ ലൈബ്രറി അതിൻ്റെ സേവനങ്ങളെ വിപുലപ്പെടുത്തി വരുന്നു. പുസ്തകങ്ങൾ, പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ഇവയ്ക്ക് പുറമെ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ, വായനാ സൗകര്യങ്ങൾ, ലൈബ്രറി റിസോഴ്സുകൾ ഒക്കെയും നൽകുന്നതിന് ലൈബ്രറിക്ക് സാധിക്കുന്നു. 4 വർഷങ്ങളായി പൂർണ്ണമായും സോളാർ ഊർജ്ജം ഉപയോഗിച്ചാണ് ലൈബ്രറിയുടെ പ്രവർത്തനം. ശരിയായ അറിവ് ശരിയായ വ്യക്തിക്ക് ശരിയായ സമയത്ത് ശരിയായ രൂപത്തിൽ നൽകുക എന്നത് വിജ്ഞാന കാലഘട്ടത്തിലെ പ്രധാന വികസന ആവശ്യമാണ്. 124 ഉദ്യോഗാർത്ഥികൾ ലൈബ്രറിയിലെ പഠന പരിശീലന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സർക്കാർ ജോലി നേടി. കേരള നോളജ് എക്കണോമി മിഷന്റെ DWMS രജിസ്ട്രേഷൻ ഉൾപ്പെടെ സഹായങ്ങളും ലൈബ്രറിയിലൂടെ നൽകി വരുന്നു. ഈ പഠന പരിപാടികളിലൂടെ തൊഴിൽ നേടിയവരുടെ ആലുംനി ഇന്ന് ലൈബ്രറിക്ക് തിരികെ നൽകുന്ന പിന്തുണ നിസ്സീമമാണ്. ലൈബ്രറിയിലെ കുട്ടികളുടെ വേദിക്ക് ക്രിയേറ്റീവ് ഹോം എന്നാണ് പേര്. കോവിഡിൽ ലോകമായപ്പോൾ സാമൂഹിക മാധ്യമങ്ങളെ കൂട്ടിയിണക്കി ക്രിയേറ്റീവ് ഹോം കുട്ടികളെ ന്യൂ നോർമൽ ലൈഫിലേക്ക് കൈപിടിച്ചുയർത്തി. പുസ്തകങ്ങൾ വാങ്ങുന്നതു മുതൽ തങ്ങളുടെ പരിപാടികൾ നടത്തുന്നതുവരെ എല്ലാ കാര്യത്തിലും കുട്ടികൾ തന്നെ നേതൃത്വവും പങ്കാളിത്തവും വഹിക്കുന്നു. ലൈബ്രറി അംഗങ്ങളാകുന്ന എല്ലാ കുട്ടികൾക്കും ഗ്രാമപഞ്ചായത്ത് ഡയറി നൽകുന്നു. എൻ്റെ പുസ്തകക്കുറിപ്പുകൾ, എൻ്റെ നിരീക്ഷണക്കുറിപ്പുകൾ എന്ന് ആ ഡയറിക്ക് പേര്. ഓരോ മാസവും മികച്ച ഡയറി എഴുത്തിന് കർമ്മ UAE എന്ന സംഘടന സമ്മാനങ്ങൾ നൽകുന്നു. സ്കൂൾ ക്ലബ്ബുകൾ, കുടുംബശ്രീ, ബാലസഭ എന്നിവയുമായി ഈ പ്രവർത്തനങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടികളുടെ വിവിധ മേഖലകളിലെ വിദഗ്ധരുമായുള്ള സംവാദ സംഗമങ്ങളും ശില്പശാലകളും ഏറ്റെടുത്ത് നടത്തുന്നത് ക്രിയേറ്റീവ് ഹോമിൻ്റെ നേതൃത്വത്തിലാണെന്നത് ഏറെ അഭിമാനം തരുന്നു. സാമൂഹ്യബോധവും ശാസ്ത്രബോധവും മാനവിക മൂല്യങ്ങളുമുള്ള നല്ല വ്യക്തികളിലേക്കുള്ള യാത്രയിൽ കുട്ടികളുടെ പ്രധാന ഇടമായി ലൈബ്രറി മാറിയിരിക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ വേദി എല്ലാ മാസവും സംഗമിക്കുമ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ ക്ലിനിക്കൽ പരിശോധന നടത്താനെത്തുന്നു. വനിതകളുടെ കൂട്ടായ്മ രക്ഷിതാക്കളുടെ ബോധ നിലവാരം ഉയർത്താൻ PTA-കളെയും സൈക്കോളജി പ്രൊഫഷണൽസിനെയും പങ്കാളികളാക്കിക്കൊണ്ട് പാരൻ്റൽ സ്കൂൾ നടത്തുന്നു. പ്രാദേശിക സർക്കാരിൻ്റെ എല്ലാ ബോധവൽക്കരണ പരിപാടികളുടെയും ഒരു പ്രധാന റിസോഴ്സ് കേന്ദ്രമായി ലൈബ്രറി പരിണമിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യകളും സാമൂഹ്യ മാധ്യമങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതും അതുവഴി കൂടുതൽ മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളും ലൈബ്രറി സൃഷ്ടിച്ചിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ്, സ്പോൺസർഷിപ്പ്, വോളണ്ടിയറിംഗ് എന്നീ 3 സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണാം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ A ഗ്രേഡ് അഫിലിയേഷനുള്ള ലൈബ്രറിയാണ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല. ബാലസൗഹൃദ പദ്ധതി ഉൾപ്പെടെ എല്ലാ വർഷവും ശരാശരി 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലൈബ്രറിയുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് മാറ്റിവെക്കുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിലും സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, മതനിരപേക്ഷത, മാനവിക മൂല്യങ്ങൾ എന്നിവയിൽ അടിത്തറയുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നതിലും ലൈബ്രറികളുടെ റോൾ ആഴത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാലയുടെ കോവിഡ് കാലത്തുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ലൈബ്രറികളുടെ ആഗോള സംഘടനയായ IFLAയുടെ 2021-ലെ റിപ്പോർട്ടിലും 2024-ലെ ന്യൂസ് ലെറ്ററിലും ഇടം പിടിച്ചു. മുമ്പോട്ടുള്ള യാത്രയിൽ അനിവാര്യമായ ചില പിന്തുണയും നയപരമായ തീരുമാനങ്ങളും രൂപപ്പെടേണ്ടതുണ്ട്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ഒറ്റയൊറ്റ ലൈബ്രറികൾക്ക് പകരം ലൈബ്രറികളുടെ വിജ്ഞാന സാംസ്കാരിക ചങ്ങാത്തവും ശൃംഖലയും സജ്ജീകരിക്കേണ്ടതുണ്ട്. തദ്ദേശ ഭരണ ലൈബ്രറികളുടെ കാറ്റലോഗ് ഉൾപ്പെടെ സാധ്യമായ റിസോഴ്സുകൾ ഓൺലൈനായി ഏതു വ്യക്തിക്കും എവിടെയിരുന്നോ ഉപയോഗിക്കാൻ കഴിയണം. അതിനാവശ്യമായ ക്ലൗഡ് സ്റ്റോറേജും പോർട്ടലുകളും K-സ്മാർട്ടിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തണം. കില ലൈബ്രറിയെ LSGD ലൈബ്രറികളുടെ സെർവർ സെൻ്ററായി മാറ്റാവുന്നതാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വൈജ്ഞാനിക സാംസ്കാരിക മേഖലയിലെ പ്രധാന നിർവഹണ കേന്ദ്രങ്ങളായി സുസജ്ജമായ ലൈബ്രറികൾ ഉയർന്നുവരണം. കുട്ടികളുടെ ടോയ് ലൈബ്രറിയും മേക്കേഴ്സ് സ്പേസും ഐഡിയ റൂമുകളും സാംസ്കാരിക അവതരണ വേദികളും ആർട്ട് ഗാലറിയും തിയേറ്ററും പ്രാദേശിക പഠന ഡോക്യുമെന്റേഷൻ സെന്ററും മുതൽ മുതിർന്ന പൗരരുടെ സംഗമവേദിയും വർക്ക് നിയർ സ്റ്റഡി നിയർ കേന്ദ്രമായുമൊക്കെ അതിന് എല്ലാവരെയും ഉൾച്ചേർക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും മനുഷ്യശേഷിയും ഉണ്ടായാൽ അത് നവകേരളത്തിൻ്റെ ശരിയായ ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തും. ഓരോ LSGD പ്രദേശത്തും തദ്ദേശ സ്ഥാപന ലൈബ്രറികൾ, ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ലൈബ്രറികൾ, വിദ്യാലയങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിച്ച് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശൃംഖലകൾ നിർമ്മിക്കണം. ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെ ഏത് ലൈബ്രറിയുടെ സേവനവും ഉപയോഗിക്കാനാവുന്ന രീതിയിൽ സുസജ്ജമായൊരു വിജ്ഞാന ശൃംഖല ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ഡാറ്റകളുടെയും പിൻബലത്തിൽ LSGD നേതൃത്വത്തിൽ ജനകീയമായി രൂപപ്പെടുത്തണം. നവകേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിനും എല്ലാ പ്രതിലോമ സാഹചര്യങ്ങൾക്കുമെതിരെയുള്ള ജനകീയ ബദലായും ഈ ലൈബ്രറി വിജ്ഞാന സാംസ്കാരിക ശൃംഖല മാറുക തന്നെ ചെയ്യും.